അങ്ങനെ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. തൊട്ടു പിന്നാലെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും സ്പീക്കർ എ എൻ ഷംസീറും ഈ ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. മിനിസ്റ്ററെ, ഇതിന് കേന്ദ്രം വലിയ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, കേരളം അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പങ്ക് എത്രത്തോളമാണ്? അല്ല, ഇത് ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനായിട്ട് കാണുന്നില്ല. അത് നാടിൻ്റെ വികസനമാണല്ലോ. അപ്പം നാടിൻ്റെ വികസനത്തിൽ ജനങ്ങൾക്ക് ഗുണഭോക്താക്കളായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നടത്തുക എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. LDF സർക്കാർ ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു, എല്ലാവർക്കും അറിയാം. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. അന്ന് UDF ആയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയത്. കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു. പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടായിരുന്നു. LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു, നിതിൻ ഗഡ്കരിയുമായും. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. പണം ഇനി തരാനാകില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5600 കോടി രൂപ ചെലവഴിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഈ പദ്ധതി ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് വർക്ക് ഒരു ടീമായിട്ടാണ് നടത്തിയത്. എല്ലാ കാര്യവും ടീമായിട്ടാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അത് അറിയാം, നേരത്തെ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി. അന്ന് കേരളത്തിൽ സംസ്ഥാന ഭരണം UDFന്, കേന്ദ്ര ഭരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ കേന്ദ്രഭരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വത്തിൽ തന്നെയാണ്, സംസ്ഥാന ഭരണം LDF ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇതിന് പണം കണ്ടെത്തി. അപ്പോൾ കാര്യങ്ങൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ ഏറെക്കുറെ മനസ്സിലാവുമല്ലോ. ഒരു ടീം വർക്കിൻ്റെ വിജയമായി ഇത് മാറി. ദേശീയപാത അതോറിറ്റിയും ശ്രീ നിതിൻ ഗഡ്കരിയൊക്കെ തന്നെ നിരവധി തവണ ഞങ്ങളുടെ ഇടപെടലും സഹകരണവും ഏകോപനത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വേറെ ഒരു അഭിപ്രായം വരേണ്ട ആവശ്യം വരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ടാണ് ഈ ചടങ്ങിലൊക്കെ ഒരു രാഷ്ട്രീയം. അതെ. ഇതിൻ്റെ ഇന്നത്തെ ചടങ്ങിലെ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും ഒക്കെ ഒരു BJPയുടെ പൊതുയോഗത്തിലെ പ്രസംഗം പോലെയായി. BJPയുടെ ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിൽ പറയുന്നത് പോലെ ഇത്ര സീറ്റ് ജയിക്കും, ഇത്ര സീറ്റ് ജയിപ്പിക്കും എന്നൊക്കെ പറയുന്ന ഒരു രീതി വന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ഒഴിവാക്കി പോകേണ്ടതായിരുന്നു. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ അറിയുന്ന കാര്യമല്ലേ, ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെ അറിയില്ലേ? അപ്പോൾ പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ പദ്ധതി യാഥാർത്ഥ്യമായത് നാടിനാണ് ഇതിൻ്റെ ഗുണം. ഇപ്പോൾ വടകരൻ തലശ്ശേരി എത്താൻ 15 മിനിറ്റ് മതി, നേരത്തെ 1.5 മണിക്കൂറാണ്. അപ്പോൾ ഗുണം ജനങ്ങൾക്കാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആളുകൾക്ക് എല്ലാം അറിയാം. അതുതന്നെയാണ്. അപ്പോൾ സ്പീക്കർ എ എൻ ഷംസീർ കൂടിയുണ്ട്. അങ്ങയുടെ മണ്ഡലത്തിൽ ഡബിൾ ഡെക്കർ ബസ് ആദ്യം വരുന്നു. പിന്നെ ഈ ബൈപ്പാസ് വലിയ കാലത്തെ ഒരു തർക്കമൊക്കെ നടന്ന ഒരു പദ്ധതിയാണ്. അത് അവസാനം പൂർത്തീകരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷം? രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണിന്ന്. ഏതാണ്ട് 25 വർഷത്തിലേറെ ഞാൻ മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകർന്ന ദിനമായിട്ട് ഇന്ന് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ള തലശ്ശേരി മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇവിടുത്തെ MLA ആവാൻ കഴിഞ്ഞു. അത് സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇത് യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ തുടങ്ങിയവരോടൊക്കെ നന്ദി പറയുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരോട് നന്ദി പറയുകയാണ്. എത്രമാത്രം സന്തോഷമുണ്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ? ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു യാത്ര ഇപ്പം നടക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? ശരിക്കും അല്ല, 2016 ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന സന്തോഷം ഉണ്ടായിരുന്നു, യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്നിപ്പോൾ മാഹി ബൈപ്പാസിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. തലശ്ശേരിയും മാഹി ഒരു ബോട്ടിൽ നെക്കാണ്. ഇതോട് പരിഹരിക്കപ്പെടുകയാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ഒരു ദേശീയപാതയും യൂണിയൻ ടെറിട്ടറിയിലൂടെ കടന്നു പോകുന്നില്ല. ആകെ കടന്നു പോകുന്ന സ്ഥലം മാഹി മാത്രമാണ്, തലശ്ശേരി മാഹി മാത്രമാണ്. അതിൻ്റെ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാഹി യൂണിയൻ ടെറിട്ടറിയാണ്. ഒരുപാട് ഹെഡൽസ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോകാം. ഈ പട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട പേര് കണ്ണിപ്പൊയിൽ ബാബു എന്ന CPIM കൊല്ലപ്പെട്ട പ്രവർത്തകനുണ്ട്. അദ്ദേഹമൊക്കെ വലിയ രീതിയിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ആളാണ്. ഈ പേരുകളൊക്കെ എല്ലാവരെയും സ്മരിക്കുന്നു ഈ ഒരു സന്തോഷകരമായ ദിനത്തെ. ഏതായാലും രാഷ്ട്രീയ പോരിന് ഒടുവിൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടന ദിവസം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോഴും തീർച്ചയായും യാത്ര തുടരുകയാണ്. അതിൻ്റെ ആദ്യത്തെ യാത്രയിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ എ എൻ ഷംസീറും ചേരുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.